ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ കാലത്തെ സംബന്ധിച്ച് പറയാം. വിവാഹം ചില ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിലും അപഹാര കാലങ്ങളിലോ ആയിരിക്കും നടക്കുന്നത്. അത് ഇപ്രകാരമായിരിക്കും. ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹം തൻ്റെ ദശാകാലത്തിൻ്റെ ആരംഭ ദശയിലും പാപക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹം തൻ്റെ ദശാകാലത്തിൻ്റെ മധ്യഭാഗത്തും സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം തുടങ്ങിയ ശുഭകർമ്മങ്ങൾ സാധിച്ചു കൊടുക്കുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യമായി വിവാഹം നടക്കാവുന്ന കാലത്തെക്കുറിച്ച് പറയാം. ലഗ്നാൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം, 7-ാം ഭാവാധിപനായ ഗ്രഹം, 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം, 7-ാം ഭാവാധിപന്റെ നവാംശക രാശിനാഥനായ ഗ്രഹം, വിവാഹത്തിൻ്റെ കാരകനായ ശുക്രൻ, ചന്ദ്രൻ, ഇവരിൽ ബലവാനായ ഗ്രഹത്തിൻ്റെ ദശയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദശകളിൽ അവൻ്റെ അപഹാരത്തിലോ ആണ് വിവാഹം നടക്കുന്നത്. രാഹുവിൻ്റെ ദശാകാലത്തും അപഹാരകാലത്തും വിവാഹം നടക്കും. വിവാഹത്തിനായി ആഗ്രഹമുണ്ടാകുന്ന പ്രേമം, പ്രണയം, അനുരാഗം തുടങ്ങിയ വികാരങ്ങളുടെ കാരകനാണ് രാഹു. സ്ത്രീ പുരുഷന്മാരെ കൂട്ടിയിണക്കാൻ രാഹുവിൻ്റെ അപാരമായ കഴിവുണ്ട്. രാഹുവിന് 7-ാം ഭാവത്തിൽ സ്ഥിതി ഉണ്ടാകുകയോ മറ്റ് ഏതെങ്കിലും ഇഷ്ടഭാവത്തിൽ സ്ഥിതി ഉണ്ടാകുകയോ ചെയ്താൽ സ്ത്രീ പുരുഷന്മാർക്ക് സന്തോഷപ്രദമായ വിവാഹം രാഹു നടത്തി കൊടുക്കുന്നതാണ്. അതിന് രാഹുവിന് ശുഭക്ഷേത്ര സ്ഥിതിയും ശുഭഗ്രഹ ദൃഷ്ടിയും കൂടി ഉണ്ടായിരിക്കണം. അടുത്തത് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം. ഈ ഗ്രഹങ്ങളുടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആ രാശ്യാധിപന്മാരുടെ നവാംശകാധിപനായ ഗ്രഹങ്ങൾ ശുക്രൻ, ചന്ദ്രൻ. ലഗ്നം നവാംശക രാശ്യാധിപൻ. ഈ പറഞ്ഞ 8 പേരിൽ ആരുടെയെങ്കിലും ദശാ അപഹാര കാലങ്ങളിൽ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം നടക്കുന്നതാണ്. അടുത്തത് 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ 5, 9 രാശികളായ ത്രികോണ രാശികളിലോ 7-ാം ഭാവാധിപൻ നവാംശകം ചെയ്ത് നിൽക്കുന്ന രാശിയുടെ 5, 9 ഭാവങ്ങളായ ത്രികോണ രാശികളിലോ വ്യാഴം സഞ്ചരിക്കുന്ന കാലവും സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം നടക്കാവുന്ന കാലമാണ്. അടുത്തത് ലഗ്നം 7-ാം ഭാവം, 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശി, 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ 7-ാം രാശി, ഇതിൻ്റെ 5, 9 എന്നീ ത്രികോണ രാശികൾ. ഇതിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ലഗ്നാധിപൻ ചന്ദ്ര ലഗ്നാധിപൻ ശുക്രൻ 7-ാം ഭാവാധിപൻ ഈ പറഞ്ഞവരിൽ ആരെങ്കിലും ചാരവശാൽ സഞ്ചരിക്കുന്ന കാലവും സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹ കാലമാണ്. ശുക്രനുമായി യോഗം ചെയ്ത് നിൽക്കുന്ന 7-ാം ഭാവാധിപന്റെ ദശാകാലങ്ങളിലോ അപഹാര കാലങ്ങളിലോ
രണ്ടാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപന്റെ ദശാകാലങ്ങളിലോ അപഹാരകാലങ്ങളിലോ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം നടക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ കാലങ്ങളാണ് സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹകാലം. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.